നമ്മള് മേഘമലയ്ക്കുള്ള പോകുന്ന വഴിയാണ്. നല്ല കൊടും കാടാ, മൊത്തം ഹെയർപിന്നാ. വഴി ശരിക്കും ബോറിങ്ങാ. ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, നമ്മള് ഓടിച്ചോടിച്ച് ഒരു 10-25 കിലോമീറ്ററുള്ള ഹെയർപിന്നാ അല്ലേ. താഴെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ബാച്ചിലേഴ്സ് ഒക്കെ ആണെങ്കിൽ അവര് നമ്മള് വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും. ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു വിടും. അപ്പൊ എന്ന് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുഴപ്പമില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 5:30 മുമ്പ് തിരിച്ചു വരണം. കൊടും കാടാ. പോരുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ ആനയൊക്കെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. ആനപ്പണ്ടം ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റേഞ്ചറസ് കേരള വൈൽഡ് ക്രോസിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പള്ളി, ഈ കാട്ടിലൊരു പള്ളി, കുരിശുപള്ളി. മേഘമലൈ ഹൈവേസ് ഡാം 8 കിലോമീറ്റർ ഹൈവേസ് ഡിപ്പാർട്ട്മെന്റ്. ഭംഗിയും ഈ കാട്ടു പള്ളികളും കാട്ടുചോലയും ഒരു പ്രത്യേക ഭംഗി. ബസ് വരുന്നുണ്ട് കേട്ടോ, ബസ് വരുന്നുണ്ട്. ഒരൊറ്റ ബസ്, നല്ല സ്പീഡിലാണ് അവര് വന്നല്ലേ. അതെ അതെ. നമ്മള് മേഘമല 1ാം ഡിവിഷൻ, 2ാം ഡിവിഷൻ, 3ാം ഡിവിഷൻ അങ്ങനെയൊക്കെ ഒരു സ്ഥലമുണ്ട്. നമ്മൾ 1ാം ഡിവിഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഇവിടെ 2ാം ഡിവിഷൻ ഒരു മെയിൻ സ്ഥലമാണ്. ഇവിടെ ഒരു ഡാം ഉണ്ട്, ഇവിടെ ഒരു പഞ്ചായത്തിന്റെ അക്കോമഡേഷൻ ഉണ്ട്, മുരുകണ്ണന്റെ കട അങ്ങനെയൊക്കെ പറഞ്ഞ കടകളൊക്കെ ഉണ്ട്. നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മള് താഴെ ചിന്നമന്നൂരിൽ നിന്ന് വിട്ട് ആ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 28 കിലോമീറ്ററോളം വന്നു. അപ്പൊ ഇതാണ് ഈ ഹൈവേസ് ഡാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതുണ്ട്, ഈ ഡാമിന്റെ അവിടെ നമുക്ക് നിർത്താം അല്ലേ. ഇറങ്ങി എടുക്കാൻ പറ്റുമെന്നുള്ള ചോദിച്ചു നോക്കാമല്ലോ. നോക്കാം. സ്ഥലമാണ് ഹൈവേ ഡാം. ഇത് നമ്മളിവിടെ ഉള്ളത് താഴെ ചിന്നമന്നൂർ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ഹൈവേ ഡാം ഉള്ളത്. ഇവിടെ മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ നിന്ന് ഈ ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. തൊട്ട് താഴെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പഞ്ചായത്ത് ഓഫീസ്, മുരുകണ്ണന്റെ കട, അങ്ങനെ കാപ്പി കുടിക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ നമുക്കുണ്ട്. അവിടെ 6 മണിക്ക് മുമ്പ് ഇവിടുന്ന് നമ്മൾ താഴോട്ട് പോകണേ പോകണം, അല്ലെങ്കിൽ നമ്മൾ റൂം എടുത്ത് സ്റ്റേ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കടത്തി കൊടുത്തില്ല. ആന അങ്ങനെ പല മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ താഴെ കാണുന്ന ഡാം, ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ ഒരു ഈ കാനച്ചോലയും ഇവിടുത്തെ ഈ മരങ്ങൾക്കെല്ലാം നല്ല പല കളർഫുള്ളായിട്ടുള്ള ട്രീസാണ്. നമ്മൾ മൂന്നാർ മറയൂർ പോകുമ്പോൾ കാണാമല്ലോ ഇങ്ങനെ കാട്ടുകോഴിയൊക്കെ അലക്കുന്നത് കാണാം നമുക്ക്. ഡാമിൻ്റെ സൈറ്റ് ഇവിടെയാണ്. ഇവിടെ ബസ്സൊക്കെ പോകുന്ന നമ്മൾ കാഴ്ച കണ്ടു. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ അവിടെ താഴെ ചെന്നിട്ട് കാപ്പി കുടിക്കുന്ന കടയും അവിടെ അക്കോമഡേഷൻ നമ്പരും മേഘമലയിലെ ഇവിടെ നല്ല തണുപ്പ്. എങ്ങനെയുണ്ട് ദിവ്ചേട്ടാ തണുപ്പ്? സൂപ്പറാ, നല്ല തണുപ്പല്ലേ. ഇവിടെ ഇടുക്കി ക്ലൈമറ്റ് ആണ്. താഴെ ഭയങ്കര ചൂടാണ്. ചിന്നമന്നൂർ നമ്മളെ ഒരു 32 ഡിഗ്രി ചൂടുണ്ടായിരുന്നു. താഴോട്ട് നോക്കിയാൽ ക്ലൈമറ്റ് നമുക്ക് താഴോട്ടൊന്ന് നോക്കി. ഇതാണ് ഹൈവേസ് ഡാം. ഇവിടെ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഹൈവേസ് ഡാം എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ പേറ്റിഎം കട ഇതാണ് കേട്ടോ. അവിടെ ഒന്ന് വട കഴിക്കാൻ പോകുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതെ, കുളിര് പോലെ ഇടും. അതെനിക്ക് ഇതുണ്ടോ, നല്ല കുളിര് പോലെ ഇടുന്ന തണുപ്പ്. ഇവിടെ മഴ പെയ്തു, മാർച്ച് മാസമല്ലേ. അപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മുടെ ഇടുക്കി ക്ലൈമറ്റ് തന്നെയാ. അവിടെ ചായ കാപ്പി ഇടാനായിട്ട് ഭയങ്കര ഫ്ലെയിമാ, ഭയങ്കര സൗണ്ടാ. അപ്പൊ വളയൊക്കെ കഴിച്ച് ഇവിടെ ഡാമിന്റെ പരിസരമാണ്. നമ്മൾ 1 കിലോമീറ്റർ പോയ നമ്മുടെ പഞ്ചായത്തുകളുണ്ട്. അതാണ് തേയിലയൊക്കെ ഉണ്ട്, അടിപൊളി വൈബ്. തേയിലയൊക്കെ ചുവന്ന് ഇന്നത്തെ പരിപാടി കഴിഞ്ഞാൽ തിരിച്ചു പോവാം. ഇവിടുത്തെ തേയിലയ്ക്ക് കണ്ട ഒരു വികാരമുള്ള തേയില കേട്ടോ അല്ലേ. നല്ല പച്ചപ്പുണ്ട്. തമിഴ്ക്കാരുടെ കൃഷി അല്ലെങ്കിലും അടിപൊളിയാണ്. അതാണ് നല്ലൊരു ഇത്. ഡാമിലെ വെള്ളം നല്ല സൈറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഇതുണ്ടോ, ശുദ്ധமான വെള്ളം. നോക്കി, നല്ല വ്യൂ അവിടുന്ന് കേട്ടോ. ഇടുക്കാച്ചി വ്യൂ ആണ്. നമുക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ടുള്ള വഴി വല്ലതും ഉണ്ടോ? അറിയത്തില്ല. നമ്മുടെ നിർത്തമാണല്ലോ. ഇതായിരിക്കും പ്രൈവറ്റ് റോഡ്, നോ എൻട്രി. ഫോട്ടോഗ്രാഫി പ്രൊവൈഡ് ഇൻ ദിസ്. അത്യാവശ്യം ഹോട്ട് വാട്ടർ സംഭവമൊക്കെ ഉണ്ട്. വലിയൊരു പോർഷൻ അല്ല, പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് താമസിക്കാൻ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വരും.
വെളിനാട്ടിലൊക്കെ വരുന്നവർക്ക് അത്ര പിടിക്കും അറിയില്ല. ഇവിടെ 5 റൂമുണ്ട്, മേളിൽ 5 റൂമുണ്ട്. അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം. ഇവരെ വിളിച്ചാൽ മതി. അവരുടെ നമ്പർ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ബുക്കിംഗ് നമ്പർ കാണാം. നമ്മുടെ ഈ മേഘമല പഞ്ചായത്തിലൂടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. റൂം ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ വിളിച്ചാൽ മതി. ചെക്കൗട്ട് ടൈം 10 AM, ചെക്ക് ഇൻ ടൈം എപ്പോഴാണ്? 10 മണിക്ക്, 10 to 10. ഇവിടെ പ്രൈവറ്റ് അക്കോമഡേഷൻ ഉണ്ട്. ഇതിന്റെ റേറ്റ് ഒക്കെ മേളിലും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് മേഘമല എന്ന് പറയുന്ന ആ സ്ഥലത്ത് അതൊരു പ്രൈവറ്റ്, അതായത് എவ்வளோ ഒരു 2500 രൂപ അല്ല 5 പേർക്ക് താമസിക്കാം. ഇവിടെ 3 പേർക്ക് താമസിക്കാം. അതന്നെ പ്രൈവറ്റ്. അത് പേരെന്നാണ്? കുബേന്ദ്ര. അപ്പൊ ഇവിടെ 18 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ ഒരു പ്രൈവറ്റ് വീം പോയിട്ടുണ്ട് അല്ലേ, ഓഫ് റോഡ് വേണം. അപ്പം നമ്മളെല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ച മേഘമല എന്നൊരു സംഭവം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പം മേഘമലയിലെ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഹൈവേസ് ഗാർഡൻ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ തേ കാണുന്ന വെള്ളത്തിനോട് തീരത്ത് ഇതൊരു മഴവെള്ള സംഭരണിയാണ്. ഹൈവേസ് ഡാം എന്ന് പറയും. മഴയാണ് ഇവിടുത്തെ സ്രോതസ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അവിടെ പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൽ നമുക്ക് താമസിക്കാം. 3 പേർക്ക് 1680 അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു ലേയോ ഉണ്ട്. ആ ലേയോ ആണ് മേഘമല എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു പ്രൈവറ്റ് അക്കോമഡേഷൻ ഉണ്ട്. 5 പേർക്ക് താമസിക്കാം. 2500 രൂപ ആവും. അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ വീഡിയോയുടെ ലിങ്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ വശ്യസുന്ദരമായ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എവരൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബായ്.